മൊബൈലിൽ അടിപൊളിയായിട്ട് എഴുതണമെങ്കിൽ വെച്ചാൽ നമ്മൾ കീബോർഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്യല്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ വിരൽ വെച്ച് ഇഷ്ടമുള്ള ഫോണ്ടിൽ മലയാളത്തിൽ എഴുതാം. അല്ലെങ്കിൽ നിങ്ങളെ ഫോണിന് എസ് പെൻ അങ്ങനത്തെ മറ്റേ എഴുതുന്ന പെൻ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയ ഒരു സംഭവമാണ് ഇൻഫിനിറ്റ് പെയിന്റ്. നമ്മൾ ഇതിൽ കൂടെ ഒന്ന് എഴുതി വെക്കുക. ഇൻഫിനിറ്റ് പെയിന്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് സംഭവം. ഒരു ബ്രഷിൻ്റെ ഐക്കൺ കാണുന്നുണ്ടോ? അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പെയ്ഡ് വെർഷനൊക്കെ എടുക്കാൻ പറയും, പക്ഷെ അതൊന്നും വേണ്ട. അതിൻ്റെ ബാക്ക് അടിച്ചാൽ മതി. ഇവിടെ നമുക്ക് എന്ത് എഴുതിയുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ക്യാൻവാസ് സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒരു ക്യാൻവാസ് സെലക്ട് ചെയ്യുക. ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇതാ ഏത് സൈസിലാണ് വേണ്ടിയെന്ന് അത് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഏത് സൈസിലാണ് എടുക്കുക. എന്നിട്ട് അവിടെ ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തിട്ട് ഇവിടെ പെന്ന് സെലക്ട് ചെയ്യുക. താഴെ ഒരു പെന്ന് കാണുന്നില്ലേ? ഈ പെന്ന് സെലക്ട് ചെയ്താൽ ഏത് തരം പെന്നാണ് നമുക്ക് വേണ്ടിയെന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാലിഗ്രാഫി ഒക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടമുള്ള സൈസ്. ഇവിടെ ഇങ്ങനെ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ എഴുത്ത് വരിക. കാലിഗ്രാഫിയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കളറൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ഇവിടെ കുറേ സംഗതികളില്ലേ. ഇവിടെ ഈ വട്ടക്കണ്ണിൻ്റെ ഉള്ളിൽ ഒന്ന് ഞെക്കി കൊടുത്താൽ കളർ ഏത് കളറാണ് വേണ്ടിയെന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എഴുതുകയാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയാൽ മതി. എന്നിട്ട് ഇത് സേവ് ചെയ്യണ്ടേ. മേലെ 3 കുത്തുണ്ട്, അതിലൊരു കുത്ത് കുത്തിയാൽ ഇവിടെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സേവ് ചെയ്യുന്നത് തന്നെ നമുക്കിതിൻ്റെ ഇപ്പോൾ ഒരു വെള്ള ബാക്ക്ഗ്രൗണ്ട് അല്ലേ, ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാണ്ട് എഴുത്ത് മാത്രം മതിയെങ്കിൽ അങ്ങനെ സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു റീൽസോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുകയോ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന നേരം ആ എഴുത്ത് മാത്രം നമ്മൾ സ്റ്റൈലാക്കി എഴുതിയ എഴുത്ത് മാത്രം എടുത്തിട്ട് ആ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആയാലും ഫോട്ടോ ആയാലും ഏഡ് ചെയ്യുക. ഇവിടെ ഈ എക്സ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ PNG എന്നുള്ള സംഗതി കാണുന്നുണ്ടാവും. ഈ ഏറോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതിൽ ഏതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. PNG സെലക്ട് ചെയ്താൽ നമുക്ക് എഴുത്ത് മാത്രമാണ് കിട്ടുക. മറ്റേത് ഫോർമാറ്റിലും നമുക്ക് സേവ് ചെയ്യാനാവും. അടിപൊളിയല്ലേ സംഭവം? മലയാളത്തിൽ എഴുതി പൊളിക്കുക മക്കളെ, ഇഷ്ടം പോലെ എഴുതി. ഞാൻ ഈ മലയാളത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ബേക്കോട്ടാണ്, അതുകൊണ്ടാണ് എൻ്റെ കയ്യക്ഷരം ശരിയില്ലാന്ന്. അതേ സ്ഥാനത്ത് ഇംഗ്ലീഷൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടൊന്നും അറിഞ്ഞൂടാ. സംഭവം എന്തായാലും നല്ല രസമുള്ള ഉപകാരമുള്ള ഒരു സംഭവമാണ്. ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്കും. നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.